പാകിസ്ഥാൻ തൈവാനിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങുന്നു എന്നത് സംബന്ധിച്ച വാർത്തകൾ, ചർച്ചകൾ ഇതൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തൈവാൻ എന്ന് പറയുന്ന രാജ്യവുമായിട്ട് പാകിസ്ഥാന് ചില ഡ്രോൺ ഇടപാടുകൾ ഉണ്ട് എന്ന് പാക് മാധ്യമങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇത് ഇന്ത്യയിലടക്കം വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. എന്നാൽ ഔദ്യോഗികമായി തന്നെ ഈ ഡ്രോൺ നിർമ്മിക്കുന്ന ഡ്രോൺ വിഷൻ എന്ന് പറയുന്ന തൈവാൻ കമ്പനി പറയുന്നു, ഞങ്ങൾ പാകിസ്ഥാൻ ആർമിയുമായിട്ട് അത്തരത്തിലുള്ള യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല, ഞങ്ങൾ അവരുമായിട്ട് ഒരു ഡീലും ഇതുവരെ നടത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്? ഞങ്ങൾ ഇത് പൂർണ്ണമായും നിഷേധിക്കുന്നു. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ശത്രുതാപക്ഷത്ത് നിൽക്കുന്നതാണ് പാകിസ്ഥാൻ. അങ്ങനെയുള്ള പാകിസ്ഥാന് എന്തെങ്കിലും സഹായം ചെയ്യാനോ അവരുമായുള്ള ആയുധ ഇടപാടുകൾ നടത്താനോ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് തൈവാൻ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയും തായ്വാനും തമ്മിൽ സാങ്കേതിക രംഗത്ത്, പ്രതിരോധ രംഗത്തൊക്കെ നല്ല ബന്ധമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ് ചൈനയും പാകിസ്ഥാനും ഒക്കെ. തൈവാനും ഈ പറയുന്ന ചൈനയുമായിട്ടുള്ള ബന്ധവും അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾക്ക് വലിയ ബന്ധമില്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ വ്യോമസേനയുണ്ട്, ഇവരുമായിട്ട് സഹകരിക്കുന്ന യൂണിവേഴ്സൽ സ്മാർട്ട് മിലിറ്ററി സിസ്റ്റംസ്, ഇതാണ് പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ മേഖലയുമായിട്ടൊക്കെ സഹകരിക്കുന്ന ഒരു ഏജൻസി. ഇവർ മുഖാന്തരം ഇത്തരത്തിലുള്ള ഡ്രോണുകൾ വാങ്ങാനായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ ഡ്രോണുകളുടെ ഇടപാട് നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. അതായത് വാർഫീൽഡിൽ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള റിവോൾവർ 860 കോമ്പാക്ട് ഡ്രോൺ പോലെയുള്ള മികച്ച ഡ്രോണുകൾ നിർമ്മിക്കുന്നതിൽ ഈ ഡ്രോൺസ് വിഷൻ എന്ന് പറയുന്ന തൈവാൻ കമ്പനിക്ക് കഴിവുണ്ട്. മാത്രമല്ല യുദ്ധരംഗത്തൊക്കെ ഇത് വളരെ ശ്രദ്ധേയമാണ് ഈ തായ്വാൻ കമ്പനിയുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് അമാൻ ജലാൽ ഖാൻ നേതൃത്വം നൽകുന്ന ഈ യൂണിവേഴ്സൽ സ്മാർട്ട് മിലിറ്ററി സിസ്റ്റവുമായിട്ട് യോജിച്ചുകൊണ്ട് തൈവാനിൽ നിന്ന് ഈ ഡ്രോണുകൾ വാങ്ങാൻ പോകുന്നു എന്നൊരു എന്താ പറയുന്നത്, ഒരു കിംവദന്തി ഇങ്ങനെ പരക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴുന്നെന്നും ആർമി ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പല പ്രസ്താവനകൾ നടത്തുന്നതുമൊക്കെ തൈവാൻ്റെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ സൈന്യാധിപനായ ജനറൽ അസിം മുനീർ പറഞ്ഞത്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയിൽ നിന്ന് വേർതിരിച്ച് വരാൻ വേണ്ടി പൂർവികർ ഒരുപാട് കഷ്ടപ്പെട്ടു. മുഹമ്മദ് അലി ജിന്ന, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഈ സമര പോരാട്ടം നടത്തിയവരൊക്കെ വലിയ ബുദ്ധിമുട്ട് നടത്തി. ഹിന്ദുക്കളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സംസ്കാരം, പാരമ്പര്യം, ആചാരങ്ങൾ, ആഘോഷങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനിലെ വളർന്നു വരുന്ന തലമുറ ഇത് പഠിപ്പിക്കാൻ മുതിർന്നവർ തയ്യാറാകണം എന്നൊക്കെയാണ് പറയുന്നത്. ഒപ്പം കാശ്മീർ അവരുടെ ഭാഗമാണെന്നും പറയുന്നു. ഇത്തരത്തിൽ പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ പാക് ആർമിക്കെതിരെ ഇന്ത്യ ശക്തമായ നിലപാടെടുത്തു. അതുകൊണ്ട് തന്നെയാണ് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യവുമായി ചേർന്ന് പാകിസ്ഥാൻ ചില സൈനിക അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നു, നാവിക സേനയുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇന്ത്യ അതിനോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ട്രിങ്കോമാലിയിൽ നടത്താനിരുന്ന ആ അഭ്യാസ പ്രകടനത്തിൽ നിന്ന് ശ്രീലങ്ക പിന്മാറി. അപ്പോൾ പാകിസ്ഥാൻ്റെ ലക്ഷ്യം ശ്രീലങ്കയുമായി ചേർന്ന് അവിടെ ചില അഭ്യാസ പ്രകടനങ്ങൾ നടത്തുക, ട്രിങ്കോമാലിയിലും അതുപോലെ കൊളംബോയിലുമൊക്കെ കപ്പലുകൾ എത്തിക്കുക, അവിടെ വെച്ച് ഇന്ത്യൻ കപ്പലുകൾ, ഇന്ത്യൻ മുങ്ങിക്കപ്പലുകൾ എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുക. ഇതൊക്കെ ചൈനയുടെയും കൂടി തന്ത്രമാണ്. അപ്പോൾ ഇന്ത്യ, അതായത് ഡൽഹി, കൃത്യമായിട്ട് എതിർപ്പ് കൊളംബോയിൽ പ്രകടിപ്പിച്ചു. അപ്പോൾ അനുരാഗ് കുമാര ദിസനായക എന്ന് പറയുന്ന ശ്രീലങ്കൻ പ്രസിഡന്റ് ഇടപെട്ടിട്ട് ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനം വേണ്ട, ഇന്ത്യക്ക് താല്പര്യമില്ലാത്ത നിലപാടാണെന്ന് അവർ അറിയിച്ചത് കൊണ്ട് തന്നെ പാകിസ്ഥാനുമായിട്ട് ഇത്തരം ഒരു സംയുക്ത അഭ്യാസത്തിന് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാലങ്ങളായിട്ട് സൈനിക മേഖലയിൽ പാകിസ്ഥാനും ശ്രീലങ്കയും തമ്മിൽ ഇത്തരം പരിശീലനം, അഭ്യാസ പ്രകടനങ്ങൾ, അതുപോലെ തന്നെ പ്രതിരോധ രംഗത്ത് സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും ശ്രീലങ്കയിലെ പ്രതിസന്ധിക്ക്, സാമ്പത്തിക മേഖലയിലും വ്യാവസായിക മേഖലയിലുമുള്ള പ്രതിസന്ധിക്ക് ഇന്ത്യ സഹായം ചെയ്യുമെന്ന് നരേന്ദ്രമോദി അവിടെ ചെന്നപ്പോൾ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ശ്രീലങ്ക പിന്മാറിയത്. അതിന് സമാനമാണ് തൈവാൻ ഇപ്പോൾ ഈ ഡ്രോൺസ് വിഷനിലൂടെ ധാരാളം ഡ്രോൺസുകൾ പാകിസ്ഥാന് നൽകുന്നു എന്നൊരു വാർത്ത പരന്നപ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, ഞങ്ങളുമായിട്ട് പാകിസ്ഥാൻ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല, ഇന്ത്യയുമായി നല്ല രീതിയിലുള്ള സഹകരണ, സാമ്പത്തിക, പ്രതിരോധ മേഖലകളിൽ ഞങ്ങൾ ഇടപെടുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല. അപ്പോൾ വടക്ക് കിഴക്കൻ തായ്വാനിലെ പ്രധാന തുറമുഖ നഗരമായ കീലുണ്ട് സിറ്റിയിൽ ഈ പറയുന്ന ഡ്രോൺസ് വിഷൻ ധാരാളം ഡ്രോണുകളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഈ ഡ്രോണുകൾ ഉക്രൈനും നൽകിയിട്ടുണ്ട്. അതായത് അടുത്ത കാലത്ത് റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഉക്രൈൻ ഈ ഡ്രോണുകൾ വിജയകരമായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കരുതിയത് ഈ പറയുന്ന ഇറാൻ റഷ്യയ്ക്ക് നൽകിയ ഡ്രോണുകൾ ഉപയോഗിച്ച് അവർ മേൽക്കൈ നേടുന്നു എന്നാണ്. അങ്ങനെയല്ല, തായ്വാനിലെ ഈ കീലുണ്ട് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഡ്രോൺസ് വിഷൻ്റെ മികച്ച ഡ്രോണുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. റിവോൾവർ 860 കോമ്പാക്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ളവ അവർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തൈവാനുമായിട്ട് ഒരു കരാറിലേക്ക് ഏർപ്പെടാം എന്നൊക്കെ ഇവർ വിചാരിച്ചത്. പക്ഷേ
പാകിസ്ഥാൻ ഇന്ന് വരെ ഒരു ഓർഡർ പോലും നൽകിയിട്ടില്ലെന്നും ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ചർച്ചയോ സാങ്കേതികവിദ്യയോ പ്രതിരോധം തുടങ്ങിയ മേഖലകളിലുള്ള സഹകരണമോ ഉണ്ടാക്കിയിട്ടില്ല എന്നും തായ്വാൻ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഇന്ത്യക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ശ്രീലങ്ക പിന്മാറുന്നു. ഇവിടെ തായ്വാൻ ഡ്രോൺ നൽകിയിട്ടില്ല, ഇനി ഒരു കരാറിന് ശ്രമിച്ചാൽ പോലും ഞങ്ങൾ അതിനോട് സഹകരിക്കില്ല. കാരണം ഇത് ഹൈടെക് കമ്മോഡിറ്റീസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഡ്രോണുകളെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഏതെങ്കിലും രാജ്യവുമായിട്ട് ഇത്തരത്തിൽ കരാറുകൾ ഏർപ്പെടുമ്പോൾ അതിന് തൈവാൻ എന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ അനുമതി മേടിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള അനുമതി ഇല്ലാതെ ഞങ്ങൾ ഈ ഇടപാടുകൾ നടത്തത്തില്ല. അപ്പോൾ പാകിസ്ഥാന് ഇങ്ങനെ ഡ്രോണുകൾ നൽകാനായിട്ട് ഭരണകൂടം അനുമതി നൽകില്ല. കാരണം ഇന്ത്യയുമായുള്ള ദൃഢമായ ബന്ധം വെച്ചുകൊണ്ട് തന്നെ. പാകിസ്ഥാൻ 2020-25 കാലയളവിൽ ഏതാണ്ട് 200 മുതൽ 500 മില്യൺ ഡോളർ വരെ ചെലവാക്കിയിരുന്നു ഈ ഡ്രോണുകൾ വാങ്ങാനെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൽ തന്നെ വിങ്ലൂൺ സെക്കൻഡ് CH-4 പോലെയുള്ള ഡ്രോണുകൾ ചൈനയിൽ നിന്നാണ് വാങ്ങിയത്. അതിന് 130 മുതൽ 240 മില്യൺ ഡോളർ വരെ ചെലവഴിച്ചു. അതുപോലെ തന്നെ തുർക്കിയിൽ നിന്ന് UAV പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ 75 മുതൽ 200 ഡോളർ ചെലവഴിച്ചു. അതല്ലാതെ അവർക്ക് പാകിസ്ഥാൻ നേരിട്ട് ഈ തൈവാനിൽ നിന്ന് എന്തെങ്കിലും ഡ്രോണുകൾ വാങ്ങുകയോ ഇടപാടുകൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ തൈവാൻ കമ്പനിയുമായി കരാറുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെ വാർത്ത സൃഷ്ടിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും തൈവാൻ ഒരു കാരണവശാലും പാകിസ്ഥാനുമായി സഹകരിക്കില്ല. അവരുടെ ഓർഡർ കിട്ടിയിട്ടില്ല. പാകിസ്ഥാൻ്റെ ഈ നേവി അവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന യൂണിവേഴ്സൽ സ്മാർട്ട് മിലിറ്ററി സിസ്റ്റംസ് ആണ് സാധാരണഗതിയിൽ ഇത്തരം കരാറിലേക്ക് വരേണ്ടത്. പക്ഷേ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് തൈവാൻ പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ സൗദി അറേബ്യയുടെ കാര്യമായിട്ട് ആലോചിച്ച് നോക്കണം. ഒരു മാസം മുമ്പ് സൗദി അറേബ്യയിലേക്ക് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എത്തിയിരുന്നു. അന്ന് അവിടെ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും സൈനിക, പ്രതിരോധ, വ്യാപാര, സാമ്പത്തിക കരാറുകളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് പാക് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ഡോൺ പത്രം. അപ്പം ഞങ്ങൾ സൗദിയുമായിട്ട് കൂടുതൽ അടുക്കുകയാണ്. ഞങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇസ്ലാമിക ആശയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മേഖലകളിൽ, അതുപോലെ ഊർജ്ജ സംബന്ധമായ കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ഇതൊക്കെ സഹകരണമാണെന്നും തന്ത്രപരമായ സൈനിക സഹകരണവും ഇസ്ലാമിക പൈതൃകവും ഒക്കെ നടപ്പാക്കാൻ ഞങ്ങൾ പദ്ധതിയിട്ടു. ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ വേർഷൻ എന്ന നിലയിൽ പത്രങ്ങളിലേക്ക് വരുന്നു. ആ ഇടയ്ക്കാണ് ഇന്ത്യ സൗദിയിലേക്ക് ഒരു സന്ദർശനം നടത്തുന്നതിനെക്കുറിച്ചുള്ള തീയതിയൊക്കെ തീരുമാനിച്ചത്. അടുത്ത ദിവസം നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സൗദി സന്ദർശിക്കുന്നുണ്ട്. ഈ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തും. നിലവിൽ സൗദിയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എണ്ണ വാങ്ങുന്നത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാഖിൽ നിന്നാണ് നമ്മൾ കൂടുതലായും എണ്ണ വാങ്ങുന്നത്. ഇത് സൗദിക്ക് ഒരു ചെറിയ തിരിച്ചടിയാണ്. കാരണം നമ്മൾ കൂടുതൽ എണ്ണ വാങ്ങിയെങ്കിൽ മാത്രമേ അവരുടെ ഒരു സാമ്പത്തിക അഭിവൃദ്ധി മെച്ചപ്പെടുകയുള്ളൂ. അപ്പോൾ ഇന്ത്യ പറഞ്ഞത് ഞങ്ങൾക്ക് വില കുറച്ച് തരികയാണെങ്കിൽ സൗദിയിൽ നിന്ന് വാങ്ങാം, ഇറാഖ് ഞങ്ങൾക്ക് അങ്ങനെ വില കുറച്ച് നൽകുന്നു. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് സൗദി കൈകോർക്കുന്നു എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഇന്ത്യ എണ്ണയുടെ പേരിൽ സൗദിക്ക് മേൽ ചില സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നു. അപ്പോൾ ശ്രീലങ്കയെ എങ്ങനെയാണ് സൈനികാഭ്യാസത്തിൽ നിന്ന് ഇന്ത്യ പിൻവലിച്ചത്, അതുപോലെ എങ്ങനെയാണ് തൈവാനുമായിട്ടുള്ള കരാറിൽ നിന്ന് തൈവാൻ പാകിസ്ഥാനുമായിട്ട് കരാറില്ല എന്ന് അറിയിച്ചത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൗദിക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്നത്, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന പാകിസ്ഥാനെ ഏതാണ്ട് നമുക്കറിയാവുന്ന രാജ്യങ്ങളിൽ നിന്നെല്ലാം ഒറ്റപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. വളരെ കൃത്യമായ രീതിയിലാണ്. കാരണം നമ്മളെ അനാവശ്യമായി ചൊറിയുകയും നമ്മുടെ രാജ്യത്തിനെതിരായ നിലപാട് സ്വീകരിക്കുകയും UN അടക്കം പോയി കാശ്മീർ അവരുടെയാണെന്ന് അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്ന പാകിസ്ഥാൻ നിലപാടിനോടാണ് നമുക്ക് വിയോജിപ്പ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിൻ്റെ ഭാഗമായി ശ്രീലങ്ക സൈനികാഭ്യാസ പ്രകടനം ഒഴിവാക്കുന്നു. ഇപ്പോൾ തൈവാൻ ഈ രീതിയിലുള്ള ഡ്രോൺ നൽകുന്ന ഒരു കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്ന് വാർത്ത വന്നപ്പോൾ തന്നെ അവർ അത് നിഷേധിച്ചു. പാക് ആർമിയുമായി ഇതുവരെ അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല. അവർ അത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് തങ്ങളെ സമീപിച്ചിട്ടില്ല എന്ന് ഔദ്യോഗികമായി തന്നെ ഈ ഡ്രോൺസ് വിഷൻ എന്ന് പറയുന്ന കമ്പനി അറിയിച്ചിരിക്കുന്നു. സൗദിയും പാകിസ്ഥാനും തമ്മിൽ വലിയ സഹകരണമുണ്ടെന്ന് പാകിസ്ഥാൻ നിലപാടെടുക്കുന്നു. ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സൗദിയിലേക്ക് പോകാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ എണ്ണയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സൗദിയും ഇന്ത്യയും തമ്മിൽ ചില കരാറുകളിൽ ഏർപ്പെടുന്നു. അതും ഇന്ത്യക്ക് അനുകൂലമായിരിക്കും. അപ്പോൾ സൗദിക്ക് വീണ്ടും പാകിസ്ഥാനെയും തള്ളി പറയേണ്ടി വരും. ചുരുക്കം പറഞ്ഞാൽ നമുക്കെതിരെ എവിടെയൊക്കെ പാകിസ്ഥാൻ നിലപാട് സ്വീകരിക്കുന്നോ അവിടെ നിന്നൊക്കെ കൃത്യമായ തിരിച്ചടികൾ ഈ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.